മച്ചന്മാരെ നമസ്കാരം കേട്ടോ, റിയാസാണ്. അപ്പോൾ നമ്മളിത് പോകാൻ പോകുന്നത് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ കീഴിലുള്ള വി.കെ. രാജ മെമ്മോറിയൽ മുനിസിപ്പൽ പാർക്കിലോട്ടാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ഇത് മെയിൻലി ഇവിടെ വരുന്നത് കുട്ടികളാണ്. അപ്പോൾ പാർക്കിലോട്ട് കിടക്കുമ്പോൾ തന്നെ നമുക്ക് കാണാവുന്നത് നല്ലൊരു ഡിസൈനിലുള്ള ഒരു മേൽക്കൂരയും കാര്യങ്ങളൊക്കെയാണ് കാണാവുന്നത്. അപ്പോൾ ഈ പാർക്ക് 2018 പ്രളയത്തിന് ശേഷം ഒന്ന് ശോചനീയാവസ്ഥയിലാവുകയും പിന്നീട് നമ്മൾ കോവിഡൊക്കെ വന്ന സമയത്ത് പൂട്ടിയിട്ട പാർക്കായിരുന്നു. അതിനുശേഷം ഈ ഇടയാണ് തുറന്നു കൊടുത്തത്. കുട്ടികൾക്കുള്ള റൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ജോഗിങ്ങിന് വരുന്നവരൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. കുട്ടികളൊക്കെ ജോഗിങ്ങിന് വരുന്നതും മുതിർന്നവരും ജോഗിങ്ങിന് വരാറുണ്ട് ഇവിടെ വൈകുന്നേരം നേരമാകുമ്പോൾ. അപ്പോൾ കുട്ടികൾക്കുള്ള ഒരുപാട് റൈഡ് കാര്യങ്ങളുണ്ട്. ഇതുപോലെ ഒരു ഡൈനോസറിൻ്റെ പ്രതിമയാണ് നമ്മളെ സ്വാഗതം ചെയ്യാനായിട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ പുൽത്തകിടി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതായിരുന്നു. വളരെ ഭംഗിയുള്ളൊരു പാർക്കായിരുന്നു. അപ്പോൾ ഇത് റിനോവേഷൻ ചെയ്ത് വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഓൾറെഡി ഉണ്ട്. അത് കൂടാതെ ഒരുപാട് ചെറിയ ചെടികളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടോട്ടൽ വ്യൂ വരുന്നത് ഈ പാർക്കിൻ്റെ. അപ്പോൾ ഈ ജോഗിങ്ങിന് പോകുന്നവർക്കൊക്കെ വളഞ്ഞ് ഓടാനും ഭാഗത്തിലൊക്കെ എന്തായാലും സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ വരികയാണെങ്കിൽ ഒരുപാട് നേരം ഇവിടെ ചിലവഴിക്കാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള കുട്ടികളുടെ റൈഡ് നമുക്കിവിടെ ഒരു കല്ല് കൊണ്ടൊരു സ്ത്രീ എന്നൊക്കെ പറയുന്ന പോലെയുള്ള പ്രതിമ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. മാത്രമല്ല വിവിധ തരം ചെടികൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ ഉണ്ടായിരുന്നു, ഇത് നശിച്ചു പോയതാണ്. പോരാത്തതിന് ഈ ഇടയാണ് ഇപ്പോൾ തുറന്ന് കൊടുത്തത്. നമുക്കിവിടെ രണ്ട് സൈഡിലായിട്ട് 2 പാലമരം കാണാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന സമയം കുറച്ച് കുട്ടികൾ, കുറച്ച് ഫാമിലിയായിട്ട്, കുറച്ച് മുതിർന്ന കുട്ടികൾ, ഫുട്ബോളൊക്കെ കളിക്കുന്ന പ്രായത്തിലുള്ള ഒരു 16 വയസ്സുള്ള കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇവിടെ തന്നെയാണ് സ്ഥിരം വരുന്നത്. നമുക്ക് അവരുടെ ഒരു ആക്ടിവിറ്റീസിൽ നിന്ന് മനസ്സിലായിരുന്നു. നിങ്ങൾ നേരെ കാണുന്നത് കൊടുങ്ങല്ലൂരിനെയും പുല്ലൂറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പുല്ലൂറ്റ് പാലമാണ് കാണുന്നത്. അപ്പോൾ ഇത് വർഷങ്ങൾ പഴക്കമുള്ള പാലമാണ്. ഇത് വരുന്നത് നേരെ പോകുന്നത് കോട്ടപ്പുറം ഭാഗത്തേക്കാണ്. ഈ പുഴ നേരെ ഒഴുകി പോകുന്നത്. നമുക്ക് അറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ തുരുത്തിപ്പുറം പാലം നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഭാഗം ഇപ്പോൾ കെട്ടിത്തിരിച്ച് അപ്പുറത്തേക്ക് ആളെ കടത്താതെ വെച്ചിരിക്കുകയാണ്. മാത്രമല്ല ഇത് ഈ ഭാഗത്ത് തൊട്ടിപ്പുറത്തായിട്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയിൽ തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാവുന്നതാണ്. ഇപ്പോൾ വലിയവരായാലും ഇവിടെ ഇരുന്ന് ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ആടുന്നുണ്ട്. അതിനുള്ള റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊന്നുമില്ല. കുട്ടികളുടെ റൈഡിൽ കുട്ടികൾ മാത്രം. അപ്പോൾ കുട്ടികൾക്കുള്ള ഒരു ഏരിയ, മുതിർന്നവർക്കുള്ള ഒരു ഏരിയ, ഇങ്ങനെയായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി കുട്ടികൾ കളിക്കുന്ന സമയത്ത് മുതിർന്നവർക്ക് എന്തായാലും അവരെ കാണാൻ സാധിക്കും. മാത്രമല്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ ജോഗിങ്ങിന് വരുന്നത്. അപ്പോൾ ഈ സമയത്ത് തന്നെ ജോഗിങ്ങിന് വന്ന കുട്ടികളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു 16-17 വയസ്സുള്ള കുട്ടികളൊക്കെ ജോഗിങ്ങിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ, ഫാമിലികളൊക്കെ വന്നു പോകുന്ന പാർക്കാണ്. അപ്പോൾ ഈ പാർക്ക് നവീകരിക്കുന്ന മുറയ്ക്ക് നമ്മൾ അതിനെപ്പറ്റി കൂടി ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഒരു ഫ്ലാറ്റ് സമുച്ചയമുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്താണ് ക്ലാസിക് ദർബാർ ഹാൾ എന്ന് പറഞ്ഞിട്ട് ഫേമസ് ആയിട്ടുള്ളൊരു ഓഡിറ്റോറിയമാണത്. കല്യാണങ്ങളൊക്കെ അവിടെ വെച്ച് തന്നെയാണ് ആൾക്കാർ നടത്താറുള്ളത്. അതും ഈ റിവർ വ്യൂ ആയിട്ടുള്ള ഒരു ഓഡിറ്റോറിയമാണ്. ഈ ഓഡിറ്റോറിയത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ്, അതായത് പുഴയുടെ അക്കരയായിട്ടാണ് EKD എന്ന് പറഞ്ഞിട്ടൊരു ഓഡിറ്റോറിയം കൂടി ഉണ്ട്. അപ്പോൾ ഈ 2 ഓഡിറ്റോറിയങ്ങൾ വരുന്നത് റിവർ സൈഡാണ് വരുന്നത്. അപ്പോൾ ഒരു ടൈമിൽ അതൊരു ഫാഷനായിരുന്നു. പ്രളയത്തിന് ശേഷമാണ് ആ ഫാഷനൊക്കെ ഒന്ന് മാറിയത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊക്കെ പ്രളയത്തിന് ശേഷം ഇങ്ങനൊരു ഷെയ്ഡൊക്കെ ആയതാണ്. ഒരുവിധം ഭംഗിയാക്കി എടുത്തതാണ്. ഇതിലും മോശമായിരുന്നു. അപ്പോൾ ഈ ഒരു പാർക്ക് പരിചയപ്പെടുത്തലാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ